ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവ്യർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താ വിഷയം എന്നറിയോ? അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ 2 ദിവസം അടുപ്പിച്ച് ചെമ്പരത്തിപ്പൂവിനെ പറ്റി 2 വീഡിയോ ചെയ്തിരുന്നു. ഒന്ന് ചെമ്പരത്തിപ്പൂവിന്റെ വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങൾ, അത് കഴിച്ചാലുള്ള പ്രയോജനങ്ങൾ പറഞ്ഞു ചെമ്പരത്തിപ്പൂവിന്റെ. രണ്ടാമത്തെ ദിവസം നമ്മൾ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ ഉപയോഗിച്ച് കുളിച്ചാലത്തെ ഗുണങ്ങൾ, കുട്ടികൾക്ക് അത് തേച്ച് കുളിക്കുമ്പോഴുള്ള ഗുണങ്ങളെ പറ്റി അങ്ങനെ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ 2 വീഡിയോ കണ്ടതിന് ശേഷം വളരെയധികം പേര് ബന്ധപ്പെട്ടിരുന്നു, പല പല സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ കോമൺ ആയിട്ട് കൂടുതൽ പേര് ചോദിച്ച 1-2 സംശയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില സംഗതികളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതുകൂടാതെ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് ചെമ്പരത്തി പൂവുകൊണ്ട് എങ്ങനെ ഒരു ഫേഷ്യൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാം, അതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കൊണ്ട് ആരംഭിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചോദിച്ചത്, കുറച്ചധികം പേര് ചോദിച്ചൊരു സംശയം എന്താ വെച്ചാൽ, BP-ക്ക്, അതായത് ഹാർട്ട് ബീറ്റ് ഒക്കെ ശരിയാക്കാനും ഹൃദയത്തിന്റെ പ്രവർത്തനം, രക്തചംക്രമണം ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നതിന് ചെമ്പരത്തിപ്പൂവിന്റെ ടീ, അതായത് ഹൈബിസ്കസ് ടീ, ചെമ്പരത്തിപ്പൂ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണെന്ന് പറയുണ്ടായിരുന്നു. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തി കുറെ പേര് ചോദിച്ചു, BP കുറവുള്ളവര് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. വീണ്ടും ലോ BP ആയിട്ട് തലകറങ്ങി വീഴുമെന്നാണ് അവരുടെ സംശയം. ഒരിക്കലും ഇല്ല. അതിനുള്ള മറുപടിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇന്ന് വീഡിയോ ചെയ്ത്. അതായത് ഒരിക്കലും സംഭവിക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്തചംക്രമണത്തിനെ ക്രമപ്പെടുത്തുകയാണ് ചെയ്യുന്നുള്ളൂ, ബാലൻസ് ചെയ്യണു. അതല്ലാതെ പ്രഷറിന് മാത്രം കട്ടമാനം അങ്ങോട്ട് പിടിച്ച് കുറയ്ക്കാനുള്ള ഒരു ഘടകങ്ങളും ഇതിലില്ല. അതായത് നിങ്ങളുടെ രക്തത്തിന്റെ ആ ഭ്രമണപഥത്തിൽ കൂടെ, ആ രക്തവാഹിനികളിൽ കൂടെ ശരിയാവണ്ണം രക്തചംക്രമണം കൃത്യമായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ഭിത്തികളിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്നു. അതിന് കാരണമാകുന്ന എന്താ, LDL കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ഒപ്പം തന്നെ ഹൃദയത്തിന് വേണ്ട, ശരീരത്തിന് വേണ്ട HDL കൊളസ്ട്രോള്, നല്ല കൊളസ്ട്രോൾ കൂടുന്നതിനും ഇത് സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്തരം സംഗതികൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യം, ചിലർക്ക് അത് 110/70 ആയിരിക്കും, ചിലർക്ക് 170 ആയിരിക്കും. എത്രയാണോ നിങ്ങളുടെ ശരീരത്തിന് നോർമലായിട്ടുള്ളത് അത് ആ നിലയിൽ നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. മനസ്സിലായോ? ഇനിയിപ്പോൾ 150-100 ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറഞ്ഞ് ഒരു 128-ഓ 138-ഓ അല്ലെങ്കിൽ 110/70-ഓ ഒക്കെ ആവാം. പക്ഷെ അത് വിട്ട് താഴോട്ട് പോവില്ല. ധൈര്യമായിട്ട് നിങ്ങൾ കഴിച്ചോ, ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇനി അപ്പൊ അത്തരം ഈ ലോ BP-ക്കാർക്ക് ചെറിയ ക്ഷീണവും തളർച്ചയും കൈകാല് തരിപ്പും തലചുറ്റിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും ഈ ചെമ്പരത്തിയുടെ ടീ, ഹൈബിസ്കസ് റോസ സൈനൻസിസ് എന്നാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. അതുകൊണ്ടാണ് ഈ ഹൈബിസ്കസ് ടീ എന്ന് വിളിക്കുന്നത്. ചെമ്പരത്തി പൂവ് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ ഈ രക്തചംക്രമണം ശരിയാവുന്നതിന്, ഹീമോഗ്ലോബിൻ കൂടുന്നതിന്, റെഡ് സെൽസ് കൂടുന്നതിന്, അതുപോലെ രക്തത്തിന്റെ ക്വാളിറ്റി വർദ്ധിക്കുന്നതിന്, അതുവഴി ഈ ക്ഷീണവും കൈകാൽ തരിപ്പും തലചുറ്റും ഒക്കെ കുറയുന്നതിന് സഹായിക്കുന്നു. ഒപ്പം തന്നെ BP ക്രമീകരിച്ച് നിർത്തുന്നതിന്, കുറയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് സംശയം ഉണ്ടായത്, കുറയ്ക്കല്ല, ക്രമീകരിച്ച് നിർത്തുന്നതിന് സഹായകമാകുന്നു. ഓക്കെ, അതൊരു സംശയം. ഇനി രണ്ടാമത് ചോദിച്ച സംശയം എന്താണെന്നറിയോ, പീരീഡ്സ് ടൈമിൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണോന്ന്. പീരീഡ്സ് ടൈമിൽ കഴിച്ചാൽ പ്രശ്നമുണ്ടോ, അതുപോലെ ബ്ലീഡിങ് കൂടുതലായിട്ടുള്ള സ്ത്രീകൾ ഇത് കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല തന്നെയാണ് ഇവിടെ ഉത്തരം. എന്താ കാരണം എന്നറിയോ, ഈ എക്സസീവ് ബ്ലീഡിങ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ആ പീരീഡ് സമയത്ത് ബ്ലീഡിങ് കൊണ്ട് എന്തെങ്കിലും ക്ഷീണോ സ്രാവം ഉണ്ടാകുന്ന വഴി നിങ്ങൾക്ക് എന്തെങ്കിലും തളർച്ചയോ ക്ഷീണോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിന് വേണ്ടതായ ഘടകങ്ങൾ ഈ ചെമ്പരത്തിപ്പൂവിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത്തരക്കാർക്കും കഴിക്കാം. അതുകൊണ്ട് അപ്പൊ ഇനി എക്സസീവ് ബ്ലീഡിങ് മെൻസ്ട്രൽ ബ്ലീഡിങ് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ക്ഷീണവും തളർച്ചയൊക്കെ കുറയ്ക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒരു പരിധിവരെ ഈ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ടീ സഹായിക്കും. മനസ്സിലായോ? അപ്പൊ ആ രീതിയിലാണ് അതിനെ കാണേണ്ടത്. അതല്ലാതെ ഒരു പേടി സ്വപ്നം പോലെ നിങ്ങൾ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിന് വിപരീതമായിട്ട് അപൂർവമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിഡ്രോ ചെയ്യുക. അതിന് യാതൊരു സാധ്യതയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുക. അതാണ് ഇത്തരം ഔഷധങ്ങൾ കൊണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്ലവർ റെമഡീസ് എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രം തന്നെയുണ്ട്. ജർമ്മനിയിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബാക്സ് ഫ്ലവർ റെമഡീസ് എന്നുകൊണ്ടൊരു സയൻസിന്റെ ഒരു ശാഖയുണ്ട്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഹോമിയോപ്പതി ഒക്കെ പോലെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. പലതരം ഫ്ലവേഴ്സിന്റെ പൂക്കളുടെ എക്സ്ട്രാക്ട് എടുത്തിട്ട് വിവിധ തരം രോഗാവസ്ഥകളെ, അതായത് മാനസിക രോഗങ്ങൾ, ക്യാൻസറസ് കണ്ടീഷൻസ്, കിഡ്നി രോഗങ്ങൾ, ഹാർട്ട് രോഗങ്ങൾ, ഇതിനൊക്കെ ചികിത്സിക്കാനുള്ള ഫ്ലവർ റെമഡീസ്, അങ്ങനെ ഒരു ശാസ്ത്രശാഖയുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയണ്ടാവില്ല. നിങ്ങൾ ഇനി അതിനെപ്പറ്റി പഠിക്കാം. ഇതിനെപ്പറ്റി അറിവുള്ളവർ താഴെ കമന്റ് ബോക്സിൽ കൂടുതൽ അറിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് കമന്റ് ചെയ്യാൻ അഭിപ്രായപ്പെടുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സംശയം കഴിഞ്ഞു. ഇനി ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ പോലെ ഒരു പ്രോമിസ്,
അതായത് ഇന്നത്തെ ബോണസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി പൂ കൊണ്ടുള്ള ഫേഷ്യൽ. ഇതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിചാരിച്ചിരുന്ന, പക്ഷെ സമയം ഒത്തിരി നീണ്ടു പോകണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് നിർത്തിയതാണ്. ഓക്കെ, അപ്പോൾ ഈ ചുവപ്പ് നിറമുള്ള, അതായത് ഈ രക്തത്തിന്റെ ചുവപ്പ് രാശിയൊക്കെ വർദ്ധിപ്പിക്കുന്ന, രക്തത്തിന്റെ ക്വാളിറ്റി ഒക്കെ കൂട്ടാൻ സഹായിക്കുന്ന ധാരാളം ആന്റി ഓക്സിഡൻസ് ഉള്ള ഈ ചെമ്പരത്തി പൂ കൊണ്ട് ഫേഷ്യൽ ചെയ്താൽ ഒരുപാട് ഗുണങ്ങളാണ്. നിങ്ങൾക്കത് അനുഭവിച്ചറിയാം. അത് തയ്യാറാക്കാനുള്ള ചില പൊടിക്കൈകളും ചില കോമ്പിനേഷൻസും ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് കൃത്യമായിട്ട് മുഴുവൻ കേട്ടാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഫേഷ്യൽ ഉണ്ടാക്കാനായിട്ടേ നിങ്ങൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ ഒരു 4-5 പൂക്കൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോ. ചെമ്പരത്തി പൂവിന് വലിയ വിലയൊന്നുമില്ല, സുലഭമായിട്ട് എല്ലാ സീസണിലും ലഭിക്കും. അത് ഈ 5 ഇതളുള്ള പൂക്കൾ വേണം. ഈ കട്ടകുത്തി ഉണ്ടാവുന്ന ടൈപ്പല്ല, 5 ഇതളുകളുള്ള ആ പൂക്കളാണ് നമുക്ക് ആവശ്യം. എന്നിട്ട് അതിൻ്റെ ആ പച്ച ആ കട പൊട്ടിച്ച് കളയുക. എന്നിട്ട് അതിൽ വല്ല പുഴുക്കളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അതിനകത്ത് അങ്ങനെ സംഭവിക്കാറില്ല, പൂക്കൾക്കകത്ത് ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇത് ഇച്ചിരി ഒരു മിക്സിയിൽ ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ട് അടിക്കാം. അതല്ലെങ്കിൽ നന്നായിട്ട് അരച്ച് ഞെരടി തിരുമ്മി എടുത്തിട്ട് അങ്ങനെ അരിച്ചെടുത്താലും മതി. ഇനി വേണമെങ്കിൽ മിക്സിയിലെടുത്താൽ നല്ല ഇച്ചിരി വെള്ളം ഒഴിച്ച് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പേസ്റ്റ് പോലെയും. എന്നിട്ട് അത് അരിച്ചങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇച്ചിരി കൊഴു തന്നെ വരും. അങ്ങനെ ചെയ്യാം. ഇതൊരു വിദ്യ, പല ഫോർമുലകളുണ്ട്, പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ അതങ്ങോട്ട് അരിച്ചെടുത്തിട്ട് അതിൽ നിങ്ങൾ കടലമാവ് അല്ലെങ്കിൽ ചെറുപയർ പൊടി, അതായത് നല്ല ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നൊക്കെ അവർ ഇച്ചിരി കടലമാവ് ചേർക്കുക. നല്ല ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ കടലമാവിന് പകരം ചെറുപയർ പൊടി ചേർക്കുക. നന്നായിട്ട് ഫൈൻ പൗഡറാക്കി ചെറുപയർ പൊടി വേണം കേട്ടോ. അതൊരു സ്ക്രബ് പോലെ വർക്ക് ചെയ്യും നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നുകിൽ ചെറുപയർ പൊടി അല്ലെങ്കിൽ കടലമാവ്. ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ചെറുപയർ പൊടിയും, ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ കടലമാവും ഈ നേരത്തെ തയ്യാറാക്കിയ മിശ്രിതത്തിലേക്ക് ചേർക്കണം. ഓക്കെ, അളവ് നിങ്ങൾക്ക് ഏകദേശം ഒരു സ്പൂണ് നിങ്ങളുടെ അളവിനനുസരിച്ചും സൈസിനനുസരിച്ച് ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മനസ്സിലായോ? എടുക്കുമ്പോൾ ഒരു 5-6 ഒരു പിടി പൂവ് എടുക്കാം. അത് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടി അത്ര വെള്ളം ചേർക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണോ ഒക്കെ വേണ്ടി വരും നമുക്ക് ഈ ചെറുപയർ പൊടി അല്ലെങ്കിൽ കടലമാവ്, അത് ചേർക്കണം. ഇനി അടുത്തതായിട്ട് വേണ്ട സംഗതി എന്താ അറിയോ? നമുക്ക് തൈര് വേണം. ഇതിൻ്റെ ഒരു ബേസ് തൈര് നല്ലതാ. തൈര് ചേർക്കുക. അപ്പോൾ ഒരു പ്രായലിക്കൽ അത് 1-2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. പിന്നെ നമുക്ക് ഇച്ചിരി ഫെയർനെസ്സും നിറമൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ എന്താ ചെയ്യുന്നത് അറിയോ? ഞവരയരി കുതിർത്ത് അരയ്ക്കാം, അതല്ലെങ്കിൽ ഞവരയരി പൊടിച്ചു വെക്കാം. അത് ഒരു 1-2 ടീസ്പൂണും കൂടെ ചേർക്കുക. അപ്പം ഞവരയരി വേണം, നമുക്ക് തൈര് വേണം, ചെമ്പരത്തിപ്പൂ വേണം, പിന്നെ കടലമാവ് അല്ലെങ്കിൽ ചെറുപയർ പൊടി. ഇത്തരം സംഗതികൾ എല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നിങ്ങൾ ആദ്യം മുഖം ഒന്ന് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്യണം. അത് ഈ ചെറുപയർ പൊടി കൊണ്ട് തന്നെ ഒന്ന് ഉരച്ച് കഴുകാം. അപ്പോൾ മുഖം നല്ല വൃത്തിയാവും. അത് കഴിഞ്ഞ് തുടച്ചതിന് ശേഷം ഈ ഫേസ് പാക്ക് ഇടുക. ഓക്കെ, എന്നിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യുക. 10 മിനിറ്റ് 5-10 മിനിറ്റ് അതിങ്ങനെ വലിഞ്ഞ് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് കഴിക്കോ. പലരുടെ സ്കിന്നും പല ടൈപ്പ് ആയിരിക്കില്ലേ. ഇതുകൊണ്ട് വേറെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല, കംപ്ലീറ്റ് നാച്ചുറലാണ്. മനസ്സിലായി? ആ ടൈമിങ് മാത്രം നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈ ആകുമ്പോൾ ഇങ്ങനെ വലിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നേരത്തെ നിർത്താമെന്ന് മാത്രം. ഓക്കെ, എന്നിട്ട് ആ ഒരു പാക്ക് പോലെ ഇട്ടിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇതിപ്പോൾ കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്താൽ മതി, നിത്യേന ചെയ്യാം. മനസ്സിലായോ? ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും കാര്യമായിട്ട് വ്യത്യാസം വന്നോളുന്നില്ല. എന്നിട്ട് തുടർച്ചയായിട്ട് 1 ആഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയൊക്കെ ശീലിക്കുമ്പോൾ എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ദിവസം ബ്രേക്ക് ചെയ്യാം, എന്നിട്ട് പിന്നെ വീണ്ടും ചെയ്യാം. അങ്ങനെ തുടർന്ന് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിൽ കൂടുതൽ ഇടണ്ട. ഇത് നന്നായിട്ട് അതുകൊണ്ട് സ്ക്രബ് ചെയ്ത് മുഖം ഉരച്ച് കഴുകുക. ഓക്കെ, എന്നിട്ട് നല്ല ശുദ്ധജലം കൊണ്ട് വീണ്ടും കഴുകി തുടച്ച് കഴിഞ്ഞാൽ ആ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് മിററിൽ നോക്കി ഒരു പുതിയ പ്രകാശം, നല്ല ഗ്ലോവിങ് സ്കിൻ, നല്ല ഷൈനിങ് സ്കിൻ, ചെറിയ മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതിന് ഈ ഫേസ് പാക്ക് സഹായിക്കും. മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ 1-2 പ്രാവശ്യം ആവർത്തിച്ച് കാണുക. ഈ ഡ്രൈ സ്കിന്നും ഓയിൽ സ്കിന്നും ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെറിയ വ്യത്യാസം വരുത്തുള്ളൂ. അതായത് കടലമാവ് വേണം അല്ലെങ്കിൽ ചെറുപയർ പൊടി വേണം. അത് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യാം. തൈരെടുക്കണം. അതുപോലെ ഞവരയരി കുതിർത്തരയ്ക്കാം, അതല്ലെങ്കിൽ പൊടിച്ചു വെച്ചിട്ട് ചേർക്കാം. ഓക്കെ, ചെമ്പരത്തിപ്പൂ ഇത്രയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ചേർത്ത് യോജിപ്പിക്കണം. അതിന് ഒരു 2-3 മിനിറ്റ് എടുക്കും. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫേസ് പാക്ക് പോലെ ഇടുക. ഓക്കെ, രാവിലത്തെ സമയം ഇടേണ്ട, വൈകിട്ട് ഇടായിരിക്കും ഉത്തമം. അതായിരിക്കും കൂടുതൽ ഇത് അബ്സോർബ് ചെയ്യാനായിട്ട് നന്നാവുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, സൈനസൈറ്റിസ്, റണ്ണിങ് നോസ്, ഡസ്റ്റ് അലർജി, മൈഗ്രെയിൻ ഇത്തരം പ്രശ്നമുള്ളവരൊക്കെ ഇത് ഇടുമ്പോഴേ ചെറിയൊരു കുളിർമ അങ്ങനെ നിൽക്കല്ലേ ഈ 5-10 മിനിറ്റ് നേരം.
അത് ഇടുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഈ ആച്ചി തുമ്മലും ചീറ്റലൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അത്രക്കാരും ഇത് ഉപയോഗിക്കേണ്ട, മനസ്സിലായോ? ആ ജലദോഷം, റണ്ണിങ് നോസ്, സൈനസൈറ്റിസ് അത്തരം സംഗതികളൊക്കെ, അല്ലെങ്കിൽ ചിലർക്ക് ഈ സ്നീസിങ്, നേസൽ പോളിപ്പ്, സെപ്റ്റൽ ഡീവിയേഷൻ ഇത്തരം കണ്ടീഷൻ ഉള്ളവർക്ക് ഇതിങ്ങനെ 10 മിനിറ്റ് സമയം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തണുപ്പ് കൂടിയിട്ട് ഇത് കൂടാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഒരു തവണ അങ്ങ് ശ്രമിച്ചു നോക്ക്. കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് നിർത്താൻ തരും കേട്ടോ. അപ്പോൾ അത് നിർത്തുക. ഇനി യാതൊരു പ്രശ്നവും തോന്നണില്ലെങ്കിൽ ഇത് നിത്യേന ശീലിക്കുക. ഒരു 1-2 ആഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ഒന്ന് ബ്രേക്ക് ചെയ്യാം, വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റഫ് ഉണ്ടല്ലോ, നമ്മുടെ ഈ കണ്ടന്റ്, നമ്മുടെ ഈ ഫേസ് പാക്ക്, അത് നമ്മുടെ ടിഷ്യൂസ് ആയിട്ട് അങ്ങ് സാച്ചുറേറ്റഡ് ആവും. അപ്പോൾ പിന്നെ അത് വർക്ക് ചെയ്യാതെ ആവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് പിന്നെ വീണ്ടും ചെയ്യാം. അങ്ങനെ തുടർന്ന് ചെയ്താൽ മതി. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്ന വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1-2 തവണ ആവർത്തിച്ച് കാണുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ളവർ ഇപ്പോൾ ലൈക്ക് ചെയ്തോ, ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ, എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടെന്നേ.